നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സ്കൂൾ കുട്ടികൾക്ക് ISRO നൽകുന്ന ഒരു മികച്ച പരിശീലന പരിപാടിയാണ്. അതായത് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ സയൻസ് ടെക്നോളജി വിഷയങ്ങളിൽ അതിനോടൊരു ആഭിമുഖ്യം വളർത്താനും അതിനോടൊരു താല്പര്യം വളർത്താനും കുട്ടികളിലെ ഒരു ശാസ്ത്രജ്ഞയെ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ വളർത്തിയെടുക്കാനുള്ള മികച്ച ഒരു അവസരം ISRO നൽകുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ കുട്ടികൾക്ക് നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളുടെ കുട്ടികളായിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ പരിചയത്തിലുള്ളവരുടെ കുട്ടികൾക്കോ ഒക്കെ ഇത് ഒരുപക്ഷെ ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായി ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് ഉപകാരപ്പെടുന്നവരിലേക്ക് ഒന്ന് എത്തിക്കുവാൻ ശ്രമിക്കുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ISRO നൽകുന്ന ഒരു മികച്ച അവസരമാണ്. അത് യുവിക എന്നുള്ള പേരിലാണ് അത് അവർ നൽകുന്നത്. യുവിക എന്ന് പറഞ്ഞാൽ യുവ വിജ്ഞാനി കാര്യക്രം. അതിന്റെ ഓരോന്നിന്റെ ആദ്യ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് യുവിക എന്നുള്ള പേരിട്ടേക്കുന്നത്. അപ്പോൾ ഈ യുവ വിജ്ഞാനി കാര്യക്രം അല്ലെങ്കിൽ യുവിക 2025 എന്ന് പറയുന്നത് കുട്ടികൾക്ക്, പ്രത്യേകിച്ച് കൗമാര പ്രായത്തിലുള്ളവർക്ക് ബഹിരാകാശ ഗവേഷണത്തിന്റെയും അല്ലെങ്കിൽ ടെക്നോളജിയുടെയും ശാസ്ത്രത്തിന്റെയും ഒക്കെ ബാലപാഠങ്ങൾ നൽകി അവരെ ആ ശാസ്ത്രബോധത്തോടുകൂടി അല്ലെങ്കിൽ ഒരു ഭാവിയിലെ ശാസ്ത്രജ്ഞരൊക്കെയായി വളർത്താനായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ കുട്ടികൾക്ക് സ്റ്റെം വിഷയങ്ങളിൽ, അതായത് പൊതുവെ ഇപ്പോൾ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, ഈ 4 കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, ഇതിനെയാണ് നമ്മൾ സ്റ്റെം സബ്ജക്ട്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ സ്റ്റെം സബ്ജക്ട്സിൽ കുട്ടികൾക്ക് നല്ല ഒരു ഗവേഷണ താല്പര്യത്തോടു കൂടി കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇത് ISRO നടത്തുന്ന പ്രോഗ്രാമാണ് എന്ന് ഞാൻ പറഞ്ഞു. പ്രത്യേകിച്ച് സ്പേസ് സയൻസ് പരിശീലനമാണ് ഇതിലൂടെ നൽകുക. മെയ് 19 മുതൽ 30 വരെ തിരുവനന്തപുരം, അതായത് തിരുവനന്തപുരം VSSC, അല്ലെങ്കിൽ ശ്രീഹരിക്കോട്ട, അതുമല്ലെങ്കിൽ ബാംഗ്ലൂർ, അതുമല്ല എങ്കിൽ ഹൈദരാബാദ്, പിന്നെ അഹമ്മദാബാദ്, ഡെറാഡൂൺ, ഷില്ലോങ്, ഇങ്ങനെ 7 സ്ഥലങ്ങളിൽ ആയിട്ട് ISROയുടെ സെന്റേഴ്സ് ഉണ്ട്. ഈ ISROയുടെ ഞാനിപ്പം മേൽ സൂചിപ്പിച്ച 7 സെന്റേഴ്സിൽ താമസിച്ച് ഉള്ള ഒരു പഠനം ആയിരിക്കും ഇതിനകത്തോട് ഉദ്ദേശിക്കുക. അപ്പോൾ സയന്റിഫിക് എക്യുപ്മെന്റ്സും ടെക്നോളജി എക്യുപ്മെന്റ്സും ISROയുടെ ഉപകരണങ്ങളും ഇതെല്ലാം കണ്ടും അറിഞ്ഞും നേരിട്ട് പരിചയപ്പെടാനുള്ള ഒരു അവസരമാണ്. 9ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം, അതായത് 2025 ജനുവരി 1 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയായിരുന്നു നമ്മൾ ഇതിലേക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്ന ആള് എങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഒരുപക്ഷെ നിങ്ങളുടെ കുട്ടിയാകാം, അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ പരിചയക്കാരുടെയോ കുട്ടികളാകാം. 2025 ജനുവരി 1 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ് എങ്കിൽ ആ കുട്ടികൾക്കാണ് ഇതിൽ അവസരമുള്ളത്. അപ്പോൾ ഇതിനകത്ത് വേറൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം VSSC, അല്ലെങ്കിൽ ശ്രീഹരിക്കോട്ട, ബാംഗ്ലൂർ, ഹൈദരാബാദ്, അഹമ്മദാബാദ്, ഡെറാഡൂൺ, ഷില്ലോങ്, 7 സ്ഥലങ്ങളിലായിട്ടാണ് ISROയ്ക്ക് സെന്റേഴ്സ് ഉള്ളത്. ഇവിടെ ഒരു സ്ഥലത്ത് താമസിച്ച് അവിടെ കണ്ടും കേട്ടും അറിഞ്ഞും ISROയുടെ സെന്ററിൽ വെച്ച് തന്നെയുള്ള ഒരു പഠന പ്രോഗ്രാമാണ്. ഇതിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ഭാവിയിൽ പിന്നെ ഏതെങ്കിലും കോഴ്സുകൾക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴും ഇത് വലിയൊരു ബഹുമതിയായി അല്ലെങ്കിൽ വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് അവർക്ക് പറയാൻ പറ്റുമെന്നുള്ളതിനേക്കാൾ കൂടുതലായി അവർക്ക് നല്ലൊരു അനുഭവ പരിചയം കൂടി ഇതിൽ നിന്ന് കിട്ടുമെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഇതിലേക്ക് സെലക്റ്റഡ് ആയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഉള്ള താമസം, അതുപോലെ ഭക്ഷണം, പഠന ഉപകരണങ്ങൾ, അതുപോലെ ഈ സെന്ററിലേക്കുള്ള യാത്ര, തിരിച്ചുള്ള യാത്ര, അതിനുള്ള ട്രെയിൻ സെക്കൻഡ് AC ടിക്കറ്റ്, ഇതിനുള്ള സൗകര്യങ്ങളെല്ലാം ഇതെല്ലാം സൗജന്യമായിട്ട് ലഭിക്കും. അതുകൊണ്ട് നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ 2025 ജനുവരി 1 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ് എങ്കിൽ, അതായത് പോയ വർഷം 9ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു കുട്ടിയാണ് എങ്കിൽ ഡെഫിനറ്റ്ലി, അല്ലെങ്കിൽ ഇപ്പോൾ 9th പഠിച്ചുകൊണ്ടിരിക്കുന്ന 9ലെ പരീക്ഷ എഴുതുന്ന കുട്ടികളാണ് ഈ ജനുവരി 1 2025 ജനുവരി 1 9ൽ പഠിച്ച കുട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ 9ാം ക്ലാസ് പരീക്ഷ എഴുതി 10ലേക്ക് കയറാൻ പോകുന്ന കുട്ടികൾ. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് മികച്ച ഒരു അവസരമാണ് ഈ യുവിക 2025 ISRO നൽകുന്നത്. ഒന്ന് അപേക്ഷിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ കുട്ടിയിൽ ആർക്കറിയാം, ഒരുപക്ഷെ ഭാവിയിലെ ഒരു കൽപ്പന ചൗളയോ അല്ലെങ്കിൽ ഒരു നീൽ ആംസ്ട്രോങ്ങോ യൂറി ഗഗാറിനോ ഒക്കെ ഉണ്ടോ എന്ന് നമുക്കറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനുള്ളൊരു ശ്രമം നമുക്ക് നടത്താം. ഒന്ന് അപേക്ഷിച്ച് നോക്കുക. അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. മാർച്ച് 23 വരെ അപേക്ഷിക്കാം. അപ്പോൾ 23 മാർച്ച് 2025 വരെ അപേക്ഷിക്കാം. അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. കണ്ട് മനസ്സിലാക്കി ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.